അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹപ്രവർത്തകരെ, ഈ വീഡിയോ ഒന്ന് കേൾക്കണം. ബഹുമാന്യനായ നാസർ ഫൈസി കൂടത്തായിയുടെ പത്രസമ്മേളനത്തിലെ പ്രഭാഷണ ശകലമാണ്. ധീരതയുടെ പ്രതീകമായി സുന്നി കേരളം ആർത്തട്ടഹസിച്ച് വിളിച്ച പേരായിരുന്നു നാസർ ഫൈസി കൂടത്തായി. ബിനിയാന്യത്തിനാണ്, നിഷ്കളങ്കനാണ്, ശുദ്ധ മനസ്സുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ധീരത SKSSF പ്രവർത്തകരെ കുറച്ചൊന്നുമല്ല ആവേശം കൊള്ളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് വേണ്ടി അദ്ദേഹത്തോടൊന്ന് സലാം പറയാൻ, അദ്ദേഹത്തോടൊന്ന് കൈപിടിക്കാൻ ഏറെ ആഗ്രഹിച്ച പതിനായിരക്കണക്കിന് സുന്നി പ്രവർത്തകർ ഉണ്ടായിരുന്നു കേരളത്തിൽ. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിനോട് ഇത്ര ഇഷ്ടം കൂടാൻ കാരണം? കാര്യങ്ങൾ വ്യക്തമായി കൃത്യമായി പറയുന്നതിൽ ഒരാളെയും ഭയപ്പെടാത്ത പ്രകൃതിക്കാരനാണ് ബഹുമാന്യനായ നാസർ ഫൈസി കൂടത്തായി. ആ ധീരത പ്രകടമാക്കിയ സമയത്തുള്ള ഒരു പ്രസംഗ ശകലമാണ്, പത്രസമ്മേളനത്തിൽ ശകലമാണ് ഇതൊന്ന് കേട്ടു നോക്കുക. പഴയ കാലഘട്ടത്തിലെ നടന്നുപോയിരുന്ന നിലപാട് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയതും സമസ്ത ഉണ്ടാക്കിയ കാലഘട്ടത്തിലുള്ള ബാഫത്തിനങ്ങളുടെ കാലത്തൊക്കെ ഈ സാദാത്തുക്കളായ ആത്മീയ നേതാക്കന്മാർ സമസ്തയുടെ ആദർശ വ്യതിയാനമുള്ള മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി സംഘടനകളുടെ സമ്മേളനങ്ങൾ പങ്കെടുക്കാറില്ല. ബാഫത്തിനങ്ങൾ, പൂക്കുരത്തങ്ങൾ, ശിഹാബ്ദങ്ങൾ, ഉമറലി ശിഹാബ്ദങ്ങൾ, ഹൈദരി ശിഹാബ്ദങ്ങൾ ഇവരുടെ കാലത്തൊന്നും പങ്കെടുക്കാറില്ല. അന്ന് മുജാഹിദോ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ സമ്മേളനത്തിന് ക്ഷണിച്ചിട്ടില്ല. അതിന്റെ കാരണം അവരുടെ ആശയത്തെ അംഗീകരിക്കാത്തവരാണെന്നും അവർ ശിർക്കിന്റെ പ്രചാരകരാണെന്നും പറഞ്ഞു വെച്ചവരാണ് മുജാഹിദ്. അതുപോലെ തന്നെ ഈ ആശയ വ്യതിയാനം അവരുടെ ഭാഷയിലുള്ള ഈ തങ്ങന്മാർ അവർ വിളിക്കാറില്ല. തങ്ങന്മാരുടെ ആശയപ്രകാരം ആശയ വ്യതിയാനമുള്ള മുജാഹിദ് സമ്മേളനത്തിൽ അവർ പങ്കെടുക്കാറുമില്ല. കേട്ടല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ടത്, പാണക്കാട് സയ്യിദ് കുടുംബത്തിലെ 2 യുവ നേതാക്കന്മാർ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ അതിനെതിരെയുള്ള രൂക്ഷമായ പ്രയോഗമായിരുന്നു നാസർ ഫൈസി കൂടത്തായി നടത്തിയിരുന്നത്. പിന്നീട് ക്ഷമാപണവും അനുബന്ധമായ പ്രക്രിയകളും ക്രമപ്രകാരം നടന്നുവെങ്കിലും അവർക്ക് ശേഷം വീണ്ടും അവിടെയുള്ള വലിയ തങ്ങൾ ഇത്തരം പരിപാടിക്ക് സമാനമായ പ്രവൃത്തി നടത്തി എന്നത് ചരിത്രമാണ്. കേരളക്കരയിൽ ബിദഈ പ്രസ്ഥാനത്തിന് വിത്തിട്ട് മുളപ്പിച്ച KM മൗലവിയുടെ പുസ്തക പ്രകാശനം നടത്തിയത് വലിയ തങ്ങളായിരുന്നു. എന്നാൽ തങ്ങന്മാരെ ഉപദേശിക്കണമെങ്കിൽ, അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ ചേർന്ന് നിന്നാൽ മാത്രമേ പറ്റൂ എന്നായിരുന്നു ബഹുമാന്യനായ നാസർ ഫൈസി കൂടത്തായിയുടെ പ്രഖ്യാപനം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ചേർന്ന് നിൽക്കാൻ വേണ്ടി പോയത്. പക്ഷേ വർഷങ്ങൾ പിന്നിട്ടിട്ടും എന്തേ ഇതിനെതിരെ ഒന്നും മിണ്ടാതെ പോകുന്നത്? ഇവിടെ ഗൗരവമുള്ള വിഷയം, നാസർ ഫൈസി കൂടത്തായിയെ പോലെയുള്ള പ്രഗത്ഭരായ നേതാക്കന്മാർ പ്രവർത്തകരോട് പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അവർ തന്നെ പിറകോട്ട് പോകുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും നമുക്ക് പ്രയാസമുണ്ടാകും. അദ്ദേഹമെല്ലാം പഠിപ്പിച്ച ആദർശവും അദ്ദേഹം നൽകിയ വീര്യവും അത് ഒട്ടും കുറയാതെ കൊണ്ടു നടക്കുന്ന പ്രവർത്തകർ ഇന്ന് ശബ്ദിക്കുമ്പോൾ അവരെ പിന്തിരിപ്പന്മാരായി, വിഘടനവാദികളായി, ഷജറകളായി മുദ്ര കുത്തുന്നതിലെ ഒരു പ്രയാസം കൂടെ ഞാൻ രേഖപ്പെടുത്തുകയാണ്. SKSF പ്രവർത്തകർക്ക് ക്ലാസ്സുകളിലൂടെ, സ്വകാര്യ സംഭാഷണങ്ങളിലൂടെ, എഴുത്തിലൂടെ ആത്മീയമായ, ആദർശപരമായ ആവേശം പകർന്ന ബഹുമാന്യനായ നാസർ ഫൈസി കേവലം എടുക്കാച്ചരക്കായി മാറുന്ന ദുരവസ്ഥ, അതല്ലെങ്കിൽ ഭീതിജനകമായ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ അടിക്കടി ഇടപെടുകയും രംഗത്തു വരികയും ചെയ്യുന്ന ഇദ്ദേഹം സുന്നി പ്രവർത്തകരോട്, സമസ്ത പ്രവർത്തകരോട് ഖേദം പ്രകടിപ്പിക്കേണ്ടതില്ലേ? നിങ്ങൾ അന്ന് കാണിച്ച ധീരത, നിങ്ങൾ അന്ന് കാണിച്ച നിങ്ങളുടെ ശൂരത്വം എന്തുകൊണ്ട് നിങ്ങൾ മറന്നു, ഒഴിവാക്കി? അന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് എന്തായിരുന്നു? അങ്ങേക്ക് വേണ്ടി തക്ബീർ ചൊല്ലിയ നാവുകൾ ഇന്നും ഇവിടെയുണ്ട്. അങ്ങേ കാത്തിരുന്ന കാലുകൾ ഇന്നും ഇവിടെയുണ്ട്. അങ്ങേ കാണാനും കേൾക്കാനും കൊതിച്ച കണ്ണും കരളും ഇവിടെയുണ്ട്. പക്ഷേ അങ്ങ് ഒക്കെ മാറിയല്ലോ. എന്തു പറ്റി നാസർ ഫൈസി കൂടത്തായി അങ്ങേക്ക്?
ആദർശ വ്യതിചലനമാണോ, അതല്ലെങ്കിൽ മറ്റു വല്ല പ്രയാസങ്ങളും നിങ്ങളെ പിടികൂടിയിട്ടുണ്ടോ? ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ഇനിയും വേദനിപ്പിക്കരുത്. നിങ്ങളുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട്, നിങ്ങളുടെ നേതൃത്വത്തിന് പിന്നിൽ ഇരുന്നു കൊണ്ട് സംഘാടനം പഠിച്ചവരാണ് ഞങ്ങൾ. മജ്‌ലിസ് ഇൻസാബ് എന്ന് പറയുന്ന മഹാസമ്മേളനത്തിന്റെ സൂത്രശാലിയും മുഖ്യശില്പിയും കാര്യദർശിയുമായി അങ്ങയിൽ നിന്ന് ലഭിച്ച ഊർജം ഒട്ടും കുറയാതെ തന്നെ ഞങ്ങൾ പറയുന്നു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും എതിരെ ആര് വന്നാലും ഞങ്ങൾ വകവെക്കില്ല. ഞങ്ങൾ സ്നേഹിച്ചവർ, ഞങ്ങൾ ആദരിച്ചവർ ഞങ്ങളെ കുത്തിയാലും ഞങ്ങൾ പകരം ചോദിക്കുക തന്നെ ചെയ്യും ആദർശത്തിന്റെ പേരിൽ. അതുകൊണ്ട് ബഹുമാന്യനായ നാസർ ഫൈസി കൂടത്തായിയോട് സ്നേഹത്തോടെ പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. അങ്ങ് ഒന്ന് ഉപദേശിക്കുമോ? പാരമ്പര്യവും പൈതൃകവും പറഞ്ഞ് നാടുനീളെ പ്രസംഗിക്കാനിരിക്കുന്ന നിങ്ങള്, സുന്നി പാരമ്പര്യം ഇതായിരുന്നു. മുജാഹിദിനോട് ജമാഅത്തെ ഇസ്ലാമിയോട് ഇടപെടുന്ന വിഷയത്തിൽ കണിശമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണ് നമ്മുടേതെന്ന് പ്രവർത്തകരോട് പറയുമോ? പറയണമെന്ന് അപേക്ഷയുണ്ട്. അന്നത്തെ ധീരത ഒന്നുകൂടെ പ്രകടമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും.